4 മാസത്തിനുള്ളിൽ 22 പേർക്ക് വധശിക്ഷ നൽകി മുസാഫർ നഗർ അഡീഷണൽ ജില്ലാ ജഡ്ജി. ഇത് വലിയൊരു വാർത്തയാണ്. ഇനി അവിടെ 100 മർഡർ കേസോളം അത് വിധി കാത്തു കിടക്കുകയാണ്. കഴിഞ്ഞ 4 മാസത്തിനിടയ്ക്ക് 22 പേർക്കാണ് വധശിക്ഷ അവിടുത്തെ അഡീഷണൽ ജില്ലാ ജഡ്ജി രവികുമാർ ദിവാകർ നടത്തിയത്. കാരണം അദ്ദേഹം എവിഡൻസ് കൃത്യമായിട്ടെല്ലാം നോക്കി വധശിക്ഷയല്ലാതെ മറ്റൊന്നും എടുക്കാൻ കഴിയില്ല. ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ ഒരു നഗരം തന്നെയാണ് മുസാഫർ നഗർ. അവിടെ വളരെയധികം കേസുകൾ പെൻഡിങ്ങാണ് ആ കോടതിയിൽ. ഇനി ഒരു 100ഓളം കേസുകൾ അവിടെ അടിയന്തരമായിട്ട് ട്രയലിൻ്റെ ഭാഗമായിട്ട് കിടക്കുകയാണ്. ഇത് വലിയ വാർത്തയായി. അതുകൊണ്ട് ഈ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ നിന്ന് 100ഓളം ഇനി ട്രയൽ നടത്താൻ പോകുന്ന കൊലക്കേസുകൾ മറ്റ് അഡീഷണൽ ജില്ലാ ജഡ്ജിയിലേക്ക് അവിടുത്തെ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി മാറ്റിക്കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു മാസം ആവറേജ് 6 പേർക്ക് ഈ അഡീഷണൽ ജില്ലാ ജഡ്ജി രവികുമാർ ദിവാകർ മർഡർ കേസിനൊക്കെ അദ്ദേഹം തൂക്കാൻ വിധിച്ചിരിക്കുന്നു. പക്ഷേ മുസാഫർ നഗർ നമുക്കറിയാം, ഇന്ത്യയിലെ പ്രാചീനമായ നഗരങ്ങളിൽ ഒന്നാണ്. അവിടെ 41% മുസ്ലിം കമ്മ്യൂണിറ്റികളുണ്ട്. 2013 വലിയ റൈറ്റുണ്ടായി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഷുഗർ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ്. അതുപോലെ ഷുഗർ മാത്രമല്ല, അവിടെ ശർക്കര, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല നമ്മുടെ അടുത്തുള്ള നൈബറിങ് രാജ്യങ്ങളിലൊക്കെ ശർക്കര വാങ്ങാനും അതുപോലെ തന്നെ ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര വാങ്ങാനും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സ്ഥലമാണ് മുസാഫർ നഗർ. അവിടെ വലിയ ബിസിനസ് നടക്കുന്നതാണ്. കോടിക്കണക്കിന് രൂപ ഡെയിലി ബിസിനസ് നടക്കുന്നതാണ്. അതുകൊണ്ട് ഗുണ്ടകൾ വർഷങ്ങളായിട്ട് അവിടെ ഉണ്ട്. 2000-2500 വർഷത്തെ പഴക്കമുള്ള ഒരു സ്ഥലമാണ് മുസാഫർ നഗർ. അതുകൊണ്ട് അവിടുത്തെ ഈ ബിസിനസ് പങ്കെടുക്കാനും ഈ സാധനങ്ങൾ വാങ്ങാനും നമ്മുടെ അയൽരാജ്യങ്ങളിൽ നിന്നൊക്കെ അവിടെ ആൾക്കാർ വരുന്നുണ്ട്. ഒരു ബിസിനസ് സെൻ്ററാണ്. ഡൽഹിയിൽ നിന്ന് ഏകദേശം 158 കിലോമീറ്റർ അകലെയാണ് ഇത് കിടക്കുന്നതെങ്കിലും ഡൽഹിയിലെ ആ NH-58 ഇരുവശത്തുമായിട്ടാണ് മുസാഫർ നഗർ ആ കൃഷിസ്ഥലങ്ങളും ഇതുപോലെയുള്ള ഈ അവിടുത്തെ മാർക്കറ്റും ഒക്കെ കിടക്കുന്നത്. അത് ഡൽഹിയുടെ പ്രാന്തപ്രദേശമായിട്ട് തന്നെ കണക്കാക്കുകയാണ്. യു പിയിലെ ഏറ്റവും അധികം ബിസിനസ് നടക്കുന്ന ഒരു സെൻറ്റർ തന്നെയാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും അധികം ബിസിനസ് നടക്കുന്ന ഷുഗറിൻ്റെയും അതോടൊപ്പം തന്നെ അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ശർക്കര. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും അവിടുന്ന് ശർക്കര എത്തും. അത് തന്നെയല്ല, ബംഗ്ലാദേശ് ആയാലും ശരി, പാകിസ്ഥാനിലായാലും ശരി, ബർമ ആയാലും ശരി, സിലോണിലായാലും ശരി, നേപ്പാൾ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാം. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യക്ക് അപ്പുറത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ, പാകിസ്ഥാൻ്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടങ്ങളിലെ പഴയ രാജ്യങ്ങളിലെല്ലാം ശർക്കരയും പഞ്ചസാരയും പോവുകയാണ്. ഇവിടെ കഴിഞ്ഞാൽ ബോംബെ ആണ് മറ്റൊരു ഷുഗർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമെങ്കിലും ഏകദേശം 12,000 വർഷത്തെ പഴക്കം ഈ മുസാഫർ നഗറിലെ ബിസിനസ്സിനുണ്ട്. ഇവിടെ ധാരാളം ഗുണ്ടകളുണ്ട്, പ്രാചീന കാലം മുതലുണ്ട്. അവിടെ റൈറ്റ് സർവ്വസാധാരണമാണ്. അവിടെ കമ്മ്യൂണൽ റൈറ്റ് സാധാരണ ഉണ്ടാവും. വലിയ കമ്മ്യൂണൽ റൈറ്റ് 2013 നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഈ ഡൽഹിയുടെ ഭാഗം തന്നെ എന്ന് പറയാം, 158 കിലോമീറ്റർ അകലെ ആണെങ്കിലും ശരി, അവിടെ തൊട്ടടുത്താണ് നമുക്ക് ഈ ഡൽഹിയിൽ നിന്ന് ഏകദേശം 70-80 കിലോമീറ്റർ അകലെയാണ് മീററ്റ്. മീററ്റും അതിപ്രാചീനമായ ഒരു സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് ഈ സ്ഥലത്ത് മുസാഫർ നഗറിൽ 40% മുസ്ലിംസ് ഉണ്ടെങ്കിലും അവിടെ ജാട്ട് വംശജർ, വലിയ പണക്കാരും വലിയ ബിസിനസ്സുകാരും അവിടുത്തെ ബിസിനസ് കൺട്രോൾ ചെയ്യുന്ന നല്ലൊരു ശതമാനം ജാട്ട് വംശക്കാരാണ്. അവരുടെ ജാട്ട് വംശക്കാർ അവിടെ നേരത്തെ ജാട്ട് വംശജരായിരുന്ന 2 ചേട്ടാനിയന്മാരായിരുന്നു പണ്ട് കാലങ്ങളിൽ ആ നഗരം അല്ലെങ്കിൽ മുസാഫർ നഗർ കൺട്രോൾ ചെയ്തിരുന്നത്. അത്ര വലിയ പ്രശസ്തരായ ചില ഗുണ്ടകൾ അവിടെ ഉണ്ടായിരുന്നു. ഇന്നും ഗുണ്ടകൾ വളരെയധികം കൂടുതൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരെയൊന്നും നമുക്ക് ഇന്നുവരെ കൺട്രോൾ ചെയ്യാനും പറ്റിയിട്ടില്ല. അതുപോലെ പാണ്ഡവന്മാരുടെ ഡൽഹി അറിയപ്പെട്ടിരുന്ന നേരത്തെ നമുക്കറിയാം ഇന്ദ്രപ്രസ്ഥമാണ്. ഇന്ദ്രപ്രസ്ഥവുമായിട്ട് വളരെയധികം ബന്ധം നേരത്തെ മുസാഫർ നഗറിനുണ്ടായിരുന്നു. ഇന്ത്യയിലെ
3 ഓൾഡസ്റ്റ് സിറ്റി ഈ NH-58 പരിസരത്ത് കിടക്കുകയാണ്. അത് നമ്മൾ ആലോചിക്കണം. കാരണം അവിടെ വാരണാസി, കാശി അവിടെ തന്നെയാണ്, ഈ NHൻ്റെ സൈഡിലാണ്. അതുപോലെ മധുരൈ അവിടെയാണ്. പിന്നെ പാട്ലിപുത്ര, പാറ്റ്ന അതും ഇവിടെ ഇതിൻ്റെ അടുപ്പ് തന്നെയാണ്. ഏകദേശം 2500-3000 വർഷത്തെ പഴക്കം ഈ മുസാഫർ നഗറിനും അതുപോലെ ഈ പഴയ ഇന്ത്യയിലെ പ്രാചീനമായ ഈ നഗരങ്ങൾക്കൊക്കെ ഉണ്ട്. അതേ രീതിയിൽ ദക്ഷിണേന്ത്യയിലാകെ അത്രയും പഴക്കമുള്ള ഒരു സ്ഥലം മധുരയും മീനാക്ഷി ക്ഷേത്രവും മധുരൈ തന്നെയാണ്. അപ്പം ഇവിടുത്തെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിക്കോണം. കാരണം ഈ സ്ഥലത്തെ ആൾക്കാർ ധാരാളമായിട്ട് ക്രൈം ചെയ്യുന്നവരാണ്. പ്രാചീന കാലം മുതൽ അങ്ങനെയാണ്. പരസ്പരം ഏറ്റുമുട്ടുകയും കൊല്ലുകയും ചെയ്യുന്നേക്കാൾ പതിവാണ്. അതുകൊണ്ട് 10, 300, 400 ആ കൊലക്കേസുകൾ ആ ജില്ലയിൽ തന്നെയുണ്ട്. നമുക്കത് ഇമാജിൻ ചെയ്യാൻ കൂടി കഴിയില്ല. പക്ഷേ ഇപ്പോൾ ഒരു മാസം ഏകദേശം 22ഓളം കേസിനകത്ത്, അല്ലെങ്കിൽ 4 മാസത്തിനിടയ്ക്ക് 22 കേസോളം വധശിക്ഷ വിചാരിച്ച ഫാസ്റ്റ് ട്രാക്ക് കോടതി. ഇനി ഒരു 100, 150, 200 അതേ കോടതി തന്നെ കൊലക്കേസുകൾ കിടക്കുകയാണ്. അപ്പം അവിടുത്തെ 4 സബ് ജില്ലകളുണ്ട്. ആ 4 സബ് ജില്ലകളും ഇതുപോലെയുള്ള കേസുകളുടെ, മർഡർ കേസുകളുടെ ട്രയൽ ഇങ്ങനെ നടക്കുകയാണ്. പക്ഷേ ഒരു ഡിറ്ററൻ്റ് ആയിട്ടുള്ള പണിഷ്മെൻറ്റ് കൊടുത്തത് രവികുമാർ ദിവാകർ ആണ്. ആ ജഡ്ജാണ് ഈ 22 കേസിനകത്തും വധശിക്ഷ വിധിച്ചത് 4 മാസത്തിനുള്ളിൽ. ഇത് വലിയ വാർത്തയായതുകൊണ്ടാണ് പല കേസുകളും ഇപ്പോൾ അവിടുത്തെ സെഷൻ ജഡ്ജി മാറ്റി മറ്റ് ജില്ലകളിലേക്ക് കൊടുത്തു. കാരണം നമ്മുടെ പ്രാചീന കാലം മുതൽ, അല്ലെങ്കിൽ നമ്മുടെ തത്വചിന്തയിൽ ഒരാളെ മർഡർ ചെയ്താലും തൂക്കിക്കൊല്ലാനായിട്ട് വിധിക്കുന്നത് അപൂർവമാണ്. വളരെ എക്സ്ട്രീം സർക്കംസ്റ്റൻസിൽ മാത്രമാണ് അത് ചെയ്യുന്നത്. ഇപ്പോഴും ആ പാരമ്പര്യം ഇന്ത്യ കാത്തു സൂക്ഷിക്കുകയാണ്. സുപ്രീം കോടതി ചെന്ന പല ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് സുപ്രീം കോടതി ചെന്ന് കഴിയുമ്പം ജീവപര്യന്തം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. ഈ സ്ഥലം ഷാജഹാൻ ചക്രവർത്തിയുടെ കാലഘട്ടം മുതൽ വളരെ പ്രശസ്തമാണ്. അത് 1639 ഈ മുസാഫർ നഗരം സ്ഥാപിച്ചതിന് അവിടുത്തെ ലഷ്കർ ഖാൻ എന്ന് പറഞ്ഞ ഒരു മുഗൾ കാലഘട്ടത്തിലുള്ള ഒരു കമാൻഡർ, അയാളാണ് കൂടുതലും ഈ മുസാഫർ നഗറിനെ ഇത്ര ഉയർത്തിക്കൊണ്ടുവരാൻ കാരണക്കാരായത്. 1633 മുതൽ ഇവിടുത്തെ ഗാങ് വാറുകൾ വളരെ പ്രശസ്തമാണ്. കാരണം അവിടുത്തെ ലോക്കൽ ഗാങ്ങിൻ്റെ റൈവൽറി കാരണം ഓരോ ആൾക്കാരും അവിടെ വന്ന് കോടിക്കണക്കിന് രൂപയുടെ ഷുഗറും അതുപോലെ തന്നെ ശർക്കരയും വാങ്ങിച്ചുകൊണ്ട് പോകുന്ന സ്ഥലങ്ങളിൽ ധാരാളം ഏജൻറ്റുമാരും ബ്രോക്കർമാരും അവിടെ ആ ഏരിയ മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. അവരുടെ താല്പര്യമൊക്കെ സംരക്ഷിക്കാൻ പരസ്പരം ഏറ്റുമുട്ടും. അതുകൊണ്ട് ഈ സ്ഥലത്തെ ലോ ആൻഡ് ഓർഡർ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൺട്രോൾ ചെയ്യാൻ ഇന്നുവരെ സാധിച്ചിട്ടില്ല. ഏതായാലും ഏഷ്യയിലെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് മുസാഫർ നഗർ എന്നുള്ള കാര്യം മറക്കരുത്. കാരണം ഇവിടെ നിന്നാണ് നമുക്ക് ഇന്ത്യക്ക് ആവശ്യമായ ഷുഗറുകൾ പഞ്ചസാര ഏറ്റവും കൂടുതൽ വരുന്നതും അതുപോലെ ശർക്കര വരുന്നതും. അതുകൊണ്ടാണ് ഈ മുസാഫർ നഗറിലെ അഡീഷണൽ ജില്ല അവിടെ ധാരാളം മർഡർ കേസുകൾ ഉണ്ടാകുന്നതുകൊണ്ട് അവർക്കൊക്കെ എക്സ്ട്രീമായ ശിക്ഷ കൊടുക്കുന്നതിനും കോടതിക്ക് മടിയില്ല. കാരണം അങ്ങനെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അതൊന്നും അവർ വകവെക്കുന്നില്ല. 100 കണക്കിന് കൊലക്കേസുകൾ ആ ജില്ലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം.